ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ ഓണം എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്കൊന്ന് നോക്കാം. വായിക്കാം, എഴുതാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പഴയ കാർഷിക വ്യവസ്ഥയിൽ വെച്ചു വിളമ്പാനായി അടുക്കളയിൽ എത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റു വിഭവങ്ങളുമായിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിനു മുമ്പുള്ള പരമ്പരാഗത കൃഷിരീതിയിൽ രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങളാണ് വിളയിച്ചിരുന്നത്. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ച് വിളമ്പിയിരുന്ന അവസ്ഥയല്ല ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നവ വെച്ചു വിളമ്പുന്ന അടുക്കളയുടേത്. ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടാണെങ്കിലും താളും തകരയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും തവിടുമൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ച് വിളമ്പുവാൻ സാധിക്കുന്ന അവസ്ഥയെയാണ്. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത്. ഓപ്ഷൻ പരമ്പരാഗത കൃഷി രീതിയിൽ, നാടൻ വിഭവങ്ങളിൽ, രുചിയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ, കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം? കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി എന്നതാണ്. അടുത്തത്, അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ മായം കലർത്തിയ ഭക്ഷണ വിഭവങ്ങളെ, പരമ്പരാഗത കൃഷി രീതിയെ, മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനെ, രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനെ. അപ്പം നമുക്ക് എന്താണ് പറയാൻ പറ്റുക അതിൻ്റെ ആൻസർ? അത് ഇവിടെ തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ചു വിളമ്പുവാൻ സാധിക്കുന്ന അവസ്ഥയെയാണ്. അപ്പം എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്നത്. അടുത്തത്, പണ്ട് കാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ 1 പരമ്പരാഗത കൃഷി രീതിയിൽ വിളയിച്ച രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ. ഓപ്ഷൻ 2 മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റു വിഭവങ്ങളും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? പണ്ട് കാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന വിഭവങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. പരമ്പരാഗത കൃഷി രീതിയിൽ വിളയിച്ച രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ. രണ്ടാമത്തത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളും. ഇതിലേതാണ്? 2ഉം 1ഉം 2ഉം ശരിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്, ഗദ്യഭാഗത്തിലെ 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് മേലെ ഗദ്യഭാഗം തന്നിട്ടുണ്ട്. അതിൻ്റെ 4 പ്രസ്താവനകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകൾ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ആദ്യം എന്താണ് തന്നത്? ഓപ്ഷനായിട്ട് കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. ബി എന്താണ്? ഇന്നത്തെ അടുക്കളകളിൽ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നവയാണ് പാകം ചെയ്യുന്നത്. സി മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഡി പഴയ അടുക്കളയിൽ വിളമ്പുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായ്ക്കറികളുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ പാരഗ്രാഫ് എവിടെ നിന്ന് കണ്ടെത്താം? ഇവിടെ ഉണ്ട്. എവിടെയാണുള്ളത്? കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരമ്പരാഗത കൃഷി രീതിയിൽ എന്ന് പറയുന്നുണ്ട്.
അപ്പം അവിടെയാണ് എ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, എ ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി അടുത്തത് ബി ഓപ്ഷൻ എന്താണ്? ഇന്നത്തെ അടുക്കളകളിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത്. അതെവിടെയാണ് വരുന്നത്? അത് നമുക്ക് ഇവിടെ കാണാം. ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നവ വെച്ച് വിളമ്പുന്ന അടുക്കളയുടേതെന്ന് ഇവിടെ കാണാം. കണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് ബി ഓപ്ഷൻ വരുന്നത്. ബി ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി അടുത്തത് എന്താ? മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതെവിടെയാണുള്ളത്? മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി. അതിതാ ഇവിടെ ഉണ്ട്. മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ് എന്ന് കണ്ടല്ലോ. അപ്പോൾ അതാണ് സി ഓപ്ഷനായിട്ട് വരുന്നത്. ഇവിടെയാണ് സി ഓപ്ഷൻ വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായ്ക്കറികളുമായിരുന്നു. അപ്പോൾ അതെവിടെയാണുള്ളത്? അതുള്ളത് ഇവിടെയാണ്. പഴയ കാർഷിക വ്യവസ്ഥയിൽ വെച്ച് വിളമ്പാനായി അടുക്കളയിൽ എത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റു വിഭവങ്ങളും ആയിരുന്നു. അത് ഏത് ഓപ്ഷനാണ്? ഡി ഓപ്ഷനാണ്. ഡി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഡി എ സി ബി ആണ് ഓർഡർ വരുന്നത്. ഏതാണ് ഓർഡർ വരുന്നത്? ഡി എ സി ബി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഏതാ വരുന്നത്? ഡി എ സി ബി ആണ് ഓർഡർ വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി എ സി ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിൽ എ ക്വസ്റ്റ്യൻ ആണ്. മുളങ്കൂമ്പും നവേഞ്ചിയും തന്ന രുചിയെക്കുറിച്ചും കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചും സുകുമാരൻ ചാലിഗദ്ദ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണ രീതി അവരുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ഈ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഹെഡിങ് എന്ത് കൊടുക്കാം? ഭക്ഷണവും ആരോഗ്യവും അന്നും ഇന്നും എന്ന് കൊടുക്കാം. സുകുമാരൻ ചാലിഗദ്ദയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണ രീതി തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ചേർന്നതാണ്. കാട്ടിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന മുളങ്കൂമ്പ്, നെവേഞ്ചി, കിഴങ്ങുകൾ, ചക്ക, മാങ്ങ എന്നിവയൊക്കെയാണ് അവരുടെ പ്രധാന ആഹാര വിഭവങ്ങൾ. ഇവ തികച്ചും പ്രകൃതിദത്തവും രാസവളങ്ങളോ കീടനാശിനികളോ ഏൽക്കാത്തതുമാണ്. അതിനാൽ തന്നെ അവ ആരോഗ്യപ്രദവും പോഷക ഗുണമുള്ളതുമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഭക്ഷണരീതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വിപണിയെ ആശ്രയിച്ചാണ് നമ്മുടെ അടുക്കളകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഫാസ്റ്റ് ഫുഡുകളും കൃത്രിമ നിറങ്ങളും മായവും ചേർത്ത വിഭവങ്ങളും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പ്രകൃതിദത്തമായ ആഹാരത്തിനു പകരം പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ നാം നേരിടുന്നു. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നതു മാത്രമാണ് ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി നമുക്ക് മുന്നിലുള്ള വഴി. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ ആണ്. കുപ്പായം വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കുമണി പോലെ വിയർപ്പു തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ബിച്ചായി ഷേയ് താത്ത ഏത് സന്ദർഭത്തിലാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്? എ ഓപ്ഷൻ ചട്ടിപ്പത്തിരിക്കുള്ളിൽ പാലെത്താൻ വൈകിയപ്പോൾ. ബി നെയ്യിലിട്ട് പൊരിച്ച കിസ്മിസ് കരിഞ്ഞുപോയെന്ന് കരുതിയപ്പോൾ. സി ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ. ഡി കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ കയറിയിറങ്ങുമ്പോൾ. ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? സി ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ സുവാർത്ത എന്ന വാക്ക് ഏറ്റവും ഉചിതമായി ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായയെ 2 ദിവസമായി കാണാനില്ലെന്ന സുവാർത്ത ഞാൻ കൂട്ടുകാരോട് പങ്കുവച്ചു.
അടുത്തത് കലോത്സവത്തിൽ സ്കൂളിന് 1ാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ സുവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാർത്ത എന്നുള്ളതാണ്, നല്ല സന്തോഷം തരുന്ന വാർത്ത എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായയെ 2 ദിവസമായി കാണാനില്ലെന്ന് സുവാർത്ത. വളർത്തുനായനെ 2 ദിവസം കാണാനില്ല എന്ന് പറയുമ്പം അത് സുവാർത്തയാണോ? അത് സന്തോഷമുള്ള വാർത്തയാണോ? അല്ല. അപ്പോൾ അതെന്താണ്? ദുഃഖമുള്ള വാർത്തയാണ്. അപ്പം ആദ്യത്തേത് എന്താണ്? തെറ്റാണ്. ഇനി അടുത്തത് കലോത്സവത്തിൽ സ്കൂളിന് 1ാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു. അതെന്താണ്? ഒരു നല്ല വാർത്തയാണ്. കാരണം കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ ശരിയാണോ? എയും ബിയും ശരിയാണോ? അല്ല, എയും ബിയും ശരിയല്ല. അപ്പം ഓപ്ഷൻ എ തെറ്റാണ്. അടുത്തത് എ ശരി ബി തെറ്റ്. അല്ല, എ തെറ്റാണ്, ബി ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പം ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള വരുന്ന ആൻസർ? കറക്റ്റായിട്ടുള്ള ആൻസർ എ തെറ്റ്, ബി ശരി എന്നുള്ളതാണ്. ഡി ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് ചുവടെ കൊടുത്ത 3A 3B 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പം ഒന്നെന്താണ്? വാങ്മയ ചിത്രം. പലഹാരങ്ങളുടെ താജ് പണിത ബിച്ചായിഷേയ് താത്തയെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് കത്ത് എഴുതിയാലോ? ബിച്ചായിഷേയ് താത്തയുടെ വാങ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പം നമുക്കൊരു വാങ്മയ ചിത്രം തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊരു വാഗ്മയ ചിത്രം തയ്യാറാക്കി നോക്കാം. പലഹാരങ്ങളുടെ താജ് പണിത ബിച്ചായ് ഷേയ് താത്ത, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഹെഡിങ്. എന്താണ്? പലഹാരങ്ങളുടെ താജ് പണിത ബിച്ചായ് ഷേയ് താത്ത. മലബാറിലെ കല്യാണ വീടുകളിലെ അടുക്കളയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വമാണ് ബിച്ചായ് ഷേയ് താത്ത. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള അവരുടെ വൈദഗ്ധ്യം കാരണം പലഹാരങ്ങളുടെ താജ് പണിതവൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമാണ് ഷേയ് താത്ത. പാചകപ്പുരയിലെ കനൽച്ചൂടിൽ പണിയെടുക്കുമ്പോൾ അവരുടെ കുപ്പായം എപ്പോഴും വിയർപ്പിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. നെറ്റിയുടെ ഇരുവശങ്ങളിലും പളുങ്കുമണികൾ പോലെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്നത് അവരുടെ സർപ്പണത്തിൻ്റെ തിളക്കമാണ്. കല്യാണച്ചെമ്പിലേക്ക് ആവശ്യമായ കൂട്ടുകൾ കൃത്യമായ അളവിൽ ചേർക്കുമ്പോൾ അവരുടെ മുഖത്ത് അതീവ ശ്രദ്ധയും ഗൗരവവും കാണാം. വലിയ ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതുമൊക്കെ അതീവ ജാഗ്രതയോടെയാണ് അവർ ഒഴിച്ചു കൊടുക്കുന്നത്. കുട്ടികളുടെ ബഹളമോ ചുറ്റുമുള്ള തിരക്കുകളോ ഒന്നും അവരുടെ ശ്രദ്ധ തിരിക്കാറില്ല. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുന്നതിലുള്ള അവരുടെ സൂക്ഷ്മതയും സ്നേഹവും ആ കൈപുണ്യത്തിൽ എടുത്തു വിളങ്ങി നിൽക്കുന്നു. അടുത്തത് 3B ആണ് ക്വസ്റ്റ്യൻ. വിവരണം തയ്യാറാക്കാനാണ്. എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മളുടെ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത്? അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ? നിങ്ങൾക്കിഷ്ടമുള്ള വിഭവം തയ്യാറാക്കുന്നതിൻ്റെ വിവരണം എഴുതുക. എനിക്കിഷ്ടമുള്ള വിഭവം അടപ്രഥമൻ. തയ്യാറാക്കുന്ന വിധം. ആവശ്യമായ സാധനങ്ങൾ: ഉണക്കല്ലരി അട, ശർക്കര, തേങ്ങാപ്പാൽ, 2ാം പാൽ, 3ാം പാൽ. അപ്പം തേങ്ങാപ്പാൽ 1ാം പാൽ, 2ാം പാൽ, 3ാം പാൽ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കപ്പൊടി. തയ്യാറാക്കുന്ന വിധം: ആദ്യം അട നന്നായി വേവിച്ചെടുത്ത് തണുത്ത വെള്ളത്തിൽ കഴുകി അരിച്ചു വെക്കുക. ഒരു ഉരുളിയിൽ അല്പം നെയ്യ് ചൂടാക്കി ഈ അട ചെറുതായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് നന്നായി വരട്ടിയെടുക്കുക. ശർക്കര അടയിൽ നന്നായി പിടിച്ചു കഴിഞ്ഞാൽ തേങ്ങയുടെ 3ാം പാലും 2ാം പാലും ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കാൻ അനുവദിക്കുക. പായസം പാകത്തിന് കുറുകി വരുമ്പോൾ തീ കുറച്ചതിനു ശേഷം കട്ടിയുള്ള 1ാം പാൽ ചേർക്കുക. 1ാം പാൽ ചേർത്ത ശേഷം പായസം തിളപ്പിക്കാൻ പാടില്ല. ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും ഇറക്കി വെക്കുക. മറ്റൊരു ചെറിയ പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് പായസത്തിനു മുകളിൽ തൂവി അലങ്കരിക്കാം. സ്വാദിഷ്ടമായ അടപ്രഥമൻ തയ്യാർ. അടുത്തത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? അങ്ങനെയൊരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
അപ്പോൾ ആദ്യം ഗാന്ധിജിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു നോക്കാം. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ ഒരു കുട്ടിയോട് അദ്ദേഹം കാണിച്ച സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പെരുമാറ്റത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാലും അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുന്ന സുഖമുള്ള കുളിർക്കാറ്റ് പോലെ ഗാന്ധിജിയുമായുള്ള ആ ചെറിയ കൂടിക്കാഴ്ച ആ കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത സ്നേഹവും സമാധാനവും സമ്മാനിച്ചു. കുട്ടികളോട് അതീവ വാത്സല്യത്തോടെയും എളിമയോടെയുമാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. അധികാരത്തിൻ്റെയോ വലിയ പദവികളുടെയോ യാതൊരു ഭാവവുമില്ലാതെ അവരെ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. നിങ്ങളുടെ മുന്നിൽ ആ ഒരു കുട്ടി വന്ന് സഹായം അഭ്യർത്ഥിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആ കുട്ടിയെ സഹായിക്കും. ആദ്യം ആ കുട്ടിക്ക് എന്താണ് ആവശ്യമെന്ന് ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കും. അത് പഠന കാര്യങ്ങളിലോ ആഹാരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കോ ആണെങ്കിൽ എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സഹായിക്കാൻ ഞാൻ ശ്രമിക്കും. എനിക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യമാണെങ്കിൽ അധ്യാപകരുടെയോ മാതാപിതാക്കളുടെയോ ശ്രദ്ധയിൽപ്പെടുത്തി ആ കുട്ടിക്ക് ആവശ്യമായ സുരക്ഷിതത്വവും സഹായവും ഉറപ്പുവരുത്തും. ഗാന്ധിജിയെപ്പോലെ മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കുക എന്ന് നാം ഓരോരുത്തരുടെയും കടമയാണ്. അടുത്തത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നുവാനിൽ. കൊയക്കട്ട എന്ന കവിതയിലെ വരികളാണിത്. വയലുകൾ നികത്തി പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? മണിമേടകൾ ഉയരുമ്പോൾ നഷ്ടമാകുന്ന പച്ചപ്പ് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എഴുതാം, വയലുകൾ നികത്തി പകരം വാനോളമുയരുന്ന മണിമേടകൾ പണിയുന്ന ഇന്നത്തെ വികസന രീതി തികച്ചും ആശങ്കാജനകമാണ്. നാളെയുടെ വറുതയിലേക്കാണ് ഈ പോക്ക് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാടിൻ്റെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും കേവലം കൃഷിയിടങ്ങൾ മാത്രമല്ല, അവ ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുന്നതിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വയലുകൾ ഇല്ലാതാകുന്നതോടെ നാടൻ ഭക്ഷ്യവിഭവങ്ങൾ ഇല്ലാതാവുകയും നാം പൂർണ്ണമായും നഗരവിഭവങ്ങളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നു. കോൺക്രീറ്റ് കാടുകൾക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളും ബോധവൽക്കരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അടുത്തതായിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നക്ഷത്രത്തിളക്കം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇത് എഴുതിയിട്ടുള്ളത് എം ഗീതാഞ്ജലിയാണ്. അപ്പോൾ ആ കഥ നമുക്കൊന്ന് വായിക്കാം. മാമു ഉണ്ടു മതിയായപ്പോൾ ദിയമോൾ കൈ ഒരൊറ്റ കുടച്ചിൽ. കയ്യിലും പാത്രത്തിലും ഉണ്ടായിരുന്ന വറ്റെല്ലാം ചിന്നിത്തെറിച്ചു. അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. എന്താ അമ്മയുടെ ദിയക്കുട്ടി ഈ കാട്ടിയത്? മാമു ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കേ? ഇവിടെയൊക്കെ വൃത്തികേടായില്ലേ? ദിയമോൾ പരാതി ശ്രദ്ധിച്ചതേയില്ല. കറുത്ത സിമന്റിട്ട നിലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ചോറിൻ്റെ വറ്റുകളാണ് അവൾ നോക്കി നിന്നത്. അമ്മ നല്ല ഭംഗിയുണ്ടല്ലേ? കറുത്ത ആകാശത്തിൽ നക്ഷത്രം പോലെ അവൾ വിടർന്ന് ചിരിച്ചു, കണ്ണുകളിൽ നക്ഷത്രത്തിളക്കത്തോടെ. കഥ വായിച്ചു നോക്കിയല്ലോ, ആസ്വാദനം തയ്യാറാക്കുക. അടുത്തതായിട്ട് നക്ഷത്രത്തിളക്കം ആസ്വാദനം. എം ഗീതാഞ്ജലി എഴുതിയ മനോഹരമായ ഒരു കൊച്ചു കഥയാണിത്. നക്ഷത്രത്തിളക്കം മുതിർന്നവരുടെ കാഴ്ചപ്പാടും കുട്ടികളുടെ നിഷ്കളങ്കമായ ഭാവനയും തമ്മിലുള്ള വ്യത്യാസമായ കഥയുടെ പ്രധാന പ്രമേയം. ഭക്ഷണം കഴിച്ച ശേഷം കൈ കുടഞ്ഞ് നിലത്ത് ചോറുമണികൾ തെറിച്ച ദിയമോളെ അമ്മ വഴക്കു പറയുന്നുണ്ട്. മുതിർന്നവരുടെ കണ്ണിൽ അത് വെറുമൊരു വൃത്തികേടാക്കൽ മാത്രമാണ്. എന്നാൽ ദിയമോൾ ആ കറുത്ത സിമന്റ് നിലത്ത് ചിതറിക്കിടക്കുന്ന ചോറുമണികളെ കാണുന്നത് കറുത്ത ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. കുട്ടികളുടെ ലോകം എത്രമാത്രം ഭാവനാപൂർണവും മനോഹരവുമാണെന്ന് ഈ വരികൾ കാട്ടിത്തരുന്നു. അമ്മയുടെ ദേഷ്യത്തെ പോലും തൻ്റെ നിഷ്കളമായ പുഞ്ചിരി കൊണ്ടും ഭാവന കൊണ്ടും ദിയ ഇല്ലായ്മ ചെയ്യുന്നു. അവളുടെ കണ്ണുകളിലെ നക്ഷത്രത്തിളക്കം വായനക്കാരുടെ മനസ്സിനും ഒരു കുഞ്ഞു വെളിച്ചം നിറക്കാൻ പോന്നതാണ്. ലളിതമായ ഭാഷയും ആഴത്തിലുള്ള ആശയവും കൊണ്ട് ഹൃദ്യമായ ഒരു വായനാനുഭവം സമ്മാനിക്കാൻ കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് കഥാരചന.
ഇനി ഇത് ആവർത്തിക്കരുത്. മാഷ് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി. എന്നും താമസിച്ചേ നീ വരൂ. അവനൊന്നും മിണ്ടിയില്ല. മുഖം കുനിച്ചു നിന്നു. കവിളിലുരുണ്ട് മീത്തുള്ളികൾ അവൻ്റെ പാദത്തിൽ വീണടഞ്ഞു. എന്താണ് എന്നും നന്ദു വൈകാൻ കാരണം? നന്ദുവിൻ്റെ കഥ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കഥ എഴുതാം? കഥൻ്റെ ഹെഡിങ് നമുക്ക് പുതിയ വെളിച്ചം എന്ന് കൊടുക്കാം. 5ാം ക്ലാസ്സിലെ 1ാം പാദ പരീക്ഷാഫലം വന്ന ദിവസം നന്ദുവിന് ഒട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. കണക്ക് പരീക്ഷയിൽ അവൻ വിചാരിച്ച മാർക്ക് കിട്ടാതെ പരാജയപ്പെട്ടിരുന്നു. റാങ്ക് വാങ്ങി ചിരിച്ചുല്ലസിക്കുന്ന കൂട്ടുകാരെ കണ്ടപ്പോൾ അവന് കരച്ചിൽ വന്നു. വീട്ടിൽ ചെന്നാൽ അമ്മ വഴക്ക് പറയുമെന്നും അച്ഛൻ ദേഷ്യപ്പെടുമെന്നുള്ള പേടി അവനെ വല്ലാതെ അലട്ടി. ഞാനൊരു നല്ല കുട്ടിയല്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് കരുതി സങ്കടത്തോടെ അവൻ തൻ്റെ മുറിയിൽ പോയി കരഞ്ഞു കിടന്നു. ആ വൈകുന്നേരം ജനലിലൂടെ നോക്കിയ അവൻ മുറ്റത്ത് ഒരു കുഞ്ഞു ഉറുമ്പ് വലിയൊരു പഞ്ചസാരത്തരി ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു. ഉറുമ്പ് പലതവണ ആ തരിയുമായി മുകളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും താഴേക്ക് വീണുകൊണ്ടിരുന്നു. പക്ഷേ ആ കുഞ്ഞു ഉറുമ്പ് ഒട്ടും മടി കാണിക്കാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ ആ പഞ്ചസാരത്തരി തൻ്റെ കൂട്ടിലെത്തിച്ചു. ആ ചെറിയ ഉറുമ്പിൻ്റെ കഠിനാധ്വാനം കണ്ടപ്പോൾ നന്ദുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന് കരുതി സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലെന്നും ഇനിയും നന്നായി ശ്രമിച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങാമെന്നും അവൻ ഉറപ്പിച്ചു. അവൻ കരച്ചിൽ നിർത്തി അമ്മയോട് ചെന്ന് കാര്യം പറഞ്ഞു. അടുത്ത പരീക്ഷയിൽ അമ്മയോടൊപ്പം ഇരുന്ന് നന്നായി പഠിക്കുമെന്ന് അവൻ വാക്ക് നൽകി.